നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. 51 അക്ഷരാളീ കലിതതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ. ചെമ്പൊൽത്താർബാണഡംഭപ്രശമന സുകൃതോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരീ വിശ്വനാഥേ. അമ്മത്തിരുവടിയേ ശരണം. പാടാനുണ്ടോ ഞെരുക്കം ഭവതി കനിയുകിൽ പാമരന്നും കവിത്വം നേടാൻ വൈഷമ്യമെന്തെന്നുടമ തിരുമിഴിത്തെല്ലുതെല്ലൊന്നയച്ചാൽ ഈടാളും ഭക്തിയോടെ പദതളിരിൽ നമിക്കുന്നൊരെന്നിൽ പനച്ചിക്കാടാളും ദേവി വാഗീശ്വരി കനിയണമേ. ചിൽപ്രഭേ സുപ്രഭാതം. വലം കൈയാൽ വാമശ്രവണവും ഇടം കൈവിരലിനാൽ വലം കാതും തൊട്ട കഴലിണ പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പലകുറി തൊടുന്നേൻ കഴലിണയ്ക്കലം കാരുണ്യാപ്തേ കളകമമ വിഘ്നം ഗണപതേ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുദേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം സമർപ്പിക്കുന്നു. പുരാണലക്ഷണപ്രകാരം ഷഷ്ഠസ്കന്ധത്തിലെ വിഷയം പോഷണം എന്നതാണ്. പോഷണം തദനുഗ്രഹ എന്ന പ്രമാണപ്രകാരം ഭഗവദനുഗ്രഹത്തിന് പാത്രീഭവിക്കലാണ് പോഷണം. അന്തേ നാരായണ സ്മൃതി എന്നതാണല്ലോ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ആ തത്വത്തിന് വേണ്ടത്ര പോഷണം നൽകുവാൻ ഉതകുന്ന ചരിത്രങ്ങളാണ് ഈ ഷഷ്ഠസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നത്. അജാമിളോപാഖ്യാനത്തിലൂടെ അത് ആരംഭിക്കുന്നു. തുടർന്ന് കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരായ ദിതി, അദിതി തുടങ്ങിയവരുടെ വംശത്തെയാണ് വർണ്ണിക്കാൻ ആരംഭിച്ചത്. അവിടെ അദിതി ദേവിയുടെ പുത്രനായ ദേവേന്ദ്രൻ്റെ ചരിത്രം പറയാൻ ആരംഭിച്ചു. ദേവേന്ദ്രന് സ്വർഗാധിപത്യം ലഭിച്ചപ്പോൾ ഐശ്വര്യത്തിൽ അഹങ്കരിച്ച ദേവേന്ദ്രൻ തൻ്റെ ഗുരുനാഥനായ ബൃഹസ്പതിയെ അവഗണിച്ചു. സദസി കാൽകൃത, സദസ്സിൽ വെച്ച് തിരസ്കരിച്ചു. കാൽകൃത എന്നതിന് തിരസ്കൃത എന്ന് ശ്രീധര വ്യാഖ്യാനം. അതോടെ ദേവഗുരുവായ ബൃഹസ്പതി തിരസ്കരണീ വിദ്യ ഉപയോഗിച്ച് അദൃശ്യനായി വർത്തിച്ചു. ഗുരുനാഥൻ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അബദ്ധം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഗുരുനാഥനെ പ്രസാദിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. തിരസ്കരണി വിദ്യ ഉപയോഗിച്ച് മറിഞ്ഞിരിക്കുകയായിരുന്നുവല്ലോ അദ്ദേഹം. ഇത് മനസ്സിലാക്കിയ അസുരന്മാർ ശുക്രാചാര്യരുടെ സഹായത്തോടെ ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോടിച്ചു. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവന്മാർ വിശ്വരൂപനെ സമീപിച്ചു. മഹാതപസ്വിയായ വിശ്വരൂപൻ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ദേവന്മാരുടെ ഗുരുനാഥസ്ഥാനം സ്വീകരിച്ച് നാരായണ കവചം എന്ന വിശിഷ്ടമന്ത്രം കൊണ്ട് അവരെ രക്ഷിച്ച് അസുരന്മാരെ തോൽപ്പിക്കാനായിട്ട് സഹായിച്ചു. താം വിദ്യാം അധികതോ വിശ്വരൂപാച്ഛതക്രതോ ത്രൈലോക്യലക്ഷ്മീം ബുഭുജെ വിർജിത്യമൃഥേ അസുരാൻ. വിശ്വരൂപനിൽ നിന്ന് നാരായണ കവച മന്ത്രം ഉപദേശമായി സ്വീകരിച്ച് അതിനാൽ ആവരണം ചെയ്യപ്പെട്ടവനായിട്ട് അന്ന് ദേവേന്ദ്രൻ അസുര സൈന്യത്തെ ജയിച്ച് 3 ലോകങ്ങളിലെയും ഐശ്വര്യത്തെ അനുഭവിച്ചു. ബ്രഹ്മാവ് ദേവേന്ദ്രനോട് ഉപദേശിക്കുന്ന സമയത്ത് വിശ്വരൂപനെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതിയെന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ നിരീക്ഷിക്കാനോ വിമർശിക്കാനോ പോകേണ്ട എന്നും പ്രത്യേകം ഒരു താക്കീത് നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ
വളരെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ദേവേന്ദ്രന് ഗുരുനാഥൻ്റെ പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിക്കണം എന്ന് തോന്നി. അതൊരു പൊതു സ്വഭാവമാണല്ലോ. സുഖമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നും. അപ്പോഴാണ് കണ്ടത് വിശ്വരൂപൻ അസുരന്മാർക്ക് വേണ്ടിയും ഹോമങ്ങൾ നടത്തുന്നു എന്ന്. അദ്ദേഹം പിതൃവഴി ദേവബന്ധുവാകയാൽ ദേവന്മാർക്കുള്ള ഹവിർഭാഗം ഉച്ചത്തിൽ മന്ത്രം ജപിച്ചുകൊണ്ടും, മാതാവ് വഴി അസുര ബന്ധുവാകയാൽ രഹസ്യമായി മന്ത്രം ജപിച്ചുകൊണ്ട് അസുരന്മാർക്ക് വേണ്ടിയും ഹോമിച്ചു. ദേവനിന്ദാപരമായ ഈ കൃത്യം അറിഞ്ഞ ഉടൻ തന്നെ ഇന്ദ്രൻ വിശ്വരൂപന്റെ ശിരസ്സുകൾ ഛേദിച്ചു. വിശ്വരൂപന് 3 ശിരസ്സുകളുണ്ടായിരുന്നു. സോമപീഠം, സുരാപീഠം, അന്നാദം എന്നിങ്ങനെ. ഒരു ശിരസ് സോമപാനത്തിന്, മറ്റൊന്ന് മദ്യപാനത്തിന്, മൂന്നാമത്തേത് സാധാരണ മനുഷ്യരെ പോലെ അന്നം ഭക്ഷിക്കാൻ. ദേവേന്ദ്രൻ ശിരസ് ഛേദിച്ചതോടെ വിശ്വരൂപന്റെ ഓരോ ശിരസ്സുകളും ഓരോ പക്ഷിയായി രൂപം കൊണ്ടു. സോമപാനം ചെയ്യുന്ന ശിരസ് കവിഞ്ചലം, വേഴാമ്പൽ എന്ന പക്ഷിയായും, സുരാപാനം ചെയ്യുന്ന ശിരസ് കലവിംഗം, രാക്കുയിൽ എന്ന പക്ഷിയായും, അന്നം ഭക്ഷിക്കുന്ന ശിരസ് തിത്തിരി അഥവാ ഒരിനം പുള്ള് എന്ന പക്ഷിയായും രൂപം പ്രാപിച്ചു. വിശ്വരൂപനെ വധിച്ചതുകൊണ്ട് ദേവേന്ദ്രനെ ബാധിച്ച ബ്രഹ്മഹത്യാ പാപത്തെ ദേവേന്ദ്രൻ ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീകൾ എന്നിങ്ങനെ 4 പേർക്ക് വീതിച്ചു കൊടുത്തു. അവർക്കൊക്കെ ആ പാപം സ്വീകരിച്ചതിൻ്റെ ദോഷം തീർക്കാനായിട്ട് ഓരോ വരങ്ങളും നൽകി. തൻ്റെ പുത്രനായ വിശ്വരൂപനെ ദേവേന്ദ്രൻ വധിച്ചതിൽ ത്വഷ്ടാവിന് എന്തൊന്നില്ലാത്ത അമർഷം തോന്നി. വളരെ ക്രൂരമായ ഒരു വഞ്ചനയാണ് ദേവേന്ദ്രൻ ചെയ്തത്, യാതൊരു സംശയവുമില്ല. ഗുരുനാഥൻ എന്ന രീതിയിൽ വളരെ ഭംഗിയായി ആദരവോടുകൂടി കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൽ നിന്ന് ആവശ്യമുള്ളത് ലഭിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തെ ചതിയിൽ നിഷ്കരുണം വധിച്ചു. ഈ അധർമ്മ പ്രവൃത്തിക്ക് ദേവേന്ദ്രന് തക്ക ശിക്ഷ കൊടുക്കാനായിട്ട് ദേവേന്ദ്രനെ വധിക്കാനായി ഒരു പുത്രനുണ്ടാവണം എന്ന സങ്കല്പത്തോടെ ത്വഷ്ടാവ് ഒരു ഹോമം നടത്തി. എന്നാൽ ആ യാഗാഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഉച്ചരിച്ച മന്ത്രത്തിൽ വന്ന സ്വരത്തിൻ്റെ പിഴവ് കൊണ്ട് ഇന്ദ്രനെ വധിക്കാനുള്ളൊരു പുത്രൻ എന്നതിന് പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു പുത്രൻ, അങ്ങനെയൊരു പുത്രനാണ് ത്വഷ്ടാവിന് യാഗാഗ്നിയിൽ നിന്ന് ലഭിച്ചത്. ഈ വൃത്രാസുര ചരിത്രം വേദപ്രസിദ്ധമായ ഒരു കഥയാണ്. സ്വാഹേ ഇന്ദ്രശത്രുർവർദ്ധസ്വ എന്ന ആ വേദമന്ത്രം ജപിച്ച് ത്വഷ്ടാവ് ഹോമിച്ചപ്പോൾ സ്വരം അല്പം പിഴച്ചുപോയതിനാൽ അർത്ഥത്തിൽ മാറ്റം വന്നു. ഇന്ദ്രശത്രു എന്ന പദത്തിനെ 2 വിധത്തിൽ വിഗ്രഹിക്കാൻ സാധിക്കും. ഇന്ദ്രസ്യ ശത്രു എന്നായാൽ ഷഷ്ഠി തത്പുരുഷൻ, ഇന്ദ്ര ശത്രു യസ്യ സ എന്നായാൽ ബഹുവ്രീഹി. ഇവയ്ക്ക് വിപരീതാർത്ഥങ്ങളാണുള്ളത്. തത്പുരുഷനായാൽ ഇന്ദ്രൻ്റെ ശത്രു അഥവാ ഇന്ദ്രനെ നിഗ്രഹിക്കുന്നവനെന്നും, ബഹുവ്രീഹി ആയാൽ ഇന്ദ്രൻ ശത്രു ആർക്കോ അവൻ അഥവാ ഇന്ദ്രനാൽ നിഗ്രഹിക്കപ്പെടുവാൻ അർഹൻ എന്നും അർത്ഥം വരും. ഇവിടെ ഉച്ചരിക്കുന്ന സ്വരം കൊണ്ടാണ് അവിടെ സമാസം ബഹുവ്രീഹിയോ തൽപുരുഷനോ എന്ന് നിർണയിക്കപ്പെടുന്നത്. ത്വഷ്ടാവിന് സ്വരം പിഴച്ചതിനാൽ ബഹുവ്രീഹി വരുന്ന അർത്ഥത്തിലാണ് ജപിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ്റെ ശത്രുവിന് പകരം ഇന്ദ്രൻ ശത്രുവായവൻ ആവിർഭവിക്കുകയും ചെയ്തു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അക്ഷരം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ സ്വരവും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫലം വിപരീതമായി തീരും എന്നിവിടെ ഗുണപാഠം. ത്വഷ്ടാവ് മന്ത്രം ചൊല്ലി ഹോമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഗ്നിയിൽ നിന്ന് അതിഭീകര സ്വരൂപനായ ഒരു അസുരൻ ഉയർന്നു വന്നു. അഗ്നിയിൽ നിന്ന് ആവിർഭവിച്ച ഭീകരസ്വരൂപനായ അവൻ കത്തിക്കരിഞ്ഞ പർവ്വതം പോലെ കറുത്തിരുണ്ട് ഘോരരൂപത്തിൽ കാണപ്പെട്ടു. തലമുടിയും മീശയും സന്ധ്യാനേരത്തെ സൂര്യരശ്മിക്ക് തുല്യം ചുട്ടുപഴുപ്പിച്ച ചെമ്പ് പോലെ ശോഭിച്ചുകൊണ്ടിരുന്നു. മധ്യാഹ്ന സൂര്യനെ പോലെ നോക്കാൻ പറ്റാത്ത അത്ര തീക്ഷ്ണമായ കണ്ണുകൾ, ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ഒരു ത്രിശൂലത്തിന്മേൽ കോർത്തുവെച്ച മാതിരിയുള്ള താണ്ഡവ നൃത്തം, വളരെ ഉച്ചത്തിൽ അട്ടഹാസം മുഴക്കി ലോകത്തെ മുഴുവൻ കിടുകിടെ വിറപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു രംഗപ്രവേശം, ആകാശത്തെ പോലും വിഴുങ്ങാൻ പറ്റിയതും അഗാധമായ ഗുഹയ്ക്കു തുല്യമായതുമുള്ള വായ തുടരെ കോട്ടുവായിട്ടുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്രകാരം ഭയങ്കരനായ അവനെ കണ്ട് ലോകരെല്ലാം ഭയന്ന് വിറച്ച് പല ദിക്കിലേക്കായിട്ട് പലായനം ചെയ്തു. ത്വഷ്ടാവിൻ്റെ പുത്രനായി പിറന്നവനും തമോ ഗുണത്തിൻ്റെ മൂർത്തിരൂപവുമായ അവനാൽ ഈ ലോകങ്ങളെല്ലാം ആവൃതങ്ങളാക്കി ചെയ്യപ്പെട്ടു. അതിദുഷ്ടമൂർത്തിയായ അവൻ അങ്ങനെ വൃത്രൻ എന്ന് അറിയപ്പെട്ടു. ദേവന്മാർ വളരെ ഭയപ്പാടോടെ വൃത്രനെ നേരിടാനായിട്ട് പുറപ്പെട്ടു. ആയുധങ്ങളുമായി വന്ന് വൃത്രൻ്റെ നേരെ
ധാരാളം ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ദേവന്മാർ അവനെ തോൽപ്പിച്ചോടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. ദേവന്മാർ പ്രയോഗിച്ച എല്ലാ ആയുധങ്ങളും വൃത്രൻ തൻ്റെ വായ് തുറന്ന് അതിലേക്ക് അങ്ങനെ വിഴുങ്ങിക്കളഞ്ഞു. ഇതോടെ ദേവന്മാർ കൂടുതൽ ഭയചകിതരായി തീർന്നു. നിസ്തേജന്മാരായി തീർന്ന അവരെല്ലാവരും എന്തെന്നില്ലാത്ത ദുഃഖത്തോടെ സാക്ഷാൽ ആദിപുരുഷനായ ശ്രീ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ച് സ്തുതിച്ചു. ആ സ്തുതി ഇവിടെ വളരെ ദീർഘമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓം നമസ്തേസ്തു ഭഗവൻ നാരായണ വാസുദേവ ആദിപുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ പരമകാരുണിക കേവല ജഗദാധാര ലോകൈകനാഥ സർവേശ്വര ലക്ഷ്മീനാഥ ത്രിഭുവനാത്മഭവന ത്രിവിക്രമ ത്രിനയന ത്രിലോകമനോഹരാനുഭാവ സ്മാകം താവകാനാം തവനതാനാം തഥാമഹ അന്തസ്താപമനഘാരുഹസി ശമയിതും. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഞങ്ങളുടെ ആ മനസ്താപത്തെ ശമിപ്പിക്കുവാനായി കനിഞ്ഞരുളയണമേ. ശ്രീശുകൻ പരീക്ഷിത്തിനോട് പറയുന്നു, അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ദേവന്മാരുടെ ഇത്രയും ദീർഘമായ സ്തുതി കേട്ട് ഭഗവാൻ സന്തുഷ്ടനായി അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ ആശ്വസിപ്പിച്ചു. അല്ലയോ ദേവേന്ദ്ര, നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ. വൃത്രാസുരനെ നിഗ്രഹിക്കണമെങ്കിൽ ദിവ്യശക്തിയുള്ള ഒരു ആയുധം വേണം. അതിന് ദധീചി എന്ന മഹർഷിയുടെ തപസ്, ജ്ഞാനം എന്നിവ പ്രയോജനപ്പെടും. ദധീചി എന്ന മഹർഷി ജ്ഞാനം, വ്രതം, തപസ് ഇത്യാദികളിൽ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പോലും ആ തപസ്സിൻ്റെ മാഹാത്മ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം യാചിച്ച് മേടിക്കണം, ഒട്ടും അമാന്തമരുത്. അദ്ദേഹം വിശുദ്ധമായ ബ്രഹ്മവിദ്യ അഭ്യസിച്ചൊരു മഹാനാണ്. ആ മന്ത്രം അദ്ദേഹം അശ്വിനി ദേവന്മാർക്ക് ഉപദേശിക്കുകയും അവർക്ക് അമരത്വം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അഥർവവേദപാരംഗതനാണ്. എൻ്റെ തന്നെ ആത്മാവായ നാരായണ കവചം പഠിച്ച് സിദ്ധി വരുത്തിയവനുമാണ്. അദ്ദേഹം ത്വഷ്ടാവിനും ത്വഷ്ടാവ് പുത്രനായ വിശ്വരൂപനും വിശ്വരൂപൻ അങ്ങയ്ക്കും ആ നാരായണ മന്ത്രകവചം ഉപദേശിക്കുകയുണ്ടായല്ലോ. അതിനാൽ നിങ്ങളെല്ലാം അശ്വിനി ദേവന്മാരോടുകൂടി ദധീജിയെ സമീപിച്ചാൽ അദ്ദേഹം ശരീരം നൽകും, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ അസ്ഥി കൊണ്ട് വിശ്വകർമാവ് വിശിഷ്ടമായ ഒരു ആയുധം നിർമ്മിക്കട്ടെ. എൻ്റെ വീര്യത്താൽ കരുത്തേറിയ ആ ആയുധം കൊണ്ട് നിങ്ങൾക്ക് വൃത്രൻ്റെ ശിരസിനെ ഛേദിക്കാൻ സാധിക്കും. അതോടുകൂടി അല്ലയോ ദേവന്മാരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തേജസ്സും സ്ഥാനവും ഐശ്വര്യവും സ്വർഗലോകവും എല്ലാം തിരിച്ചു ലഭിക്കും. ശ്രീശുകൻ തുടരുന്നു, അല്ലയോ മഹാരാജാവേ, ഇങ്ങനെ ദേവേന്ദ്രനെയും ദേവന്മാരെയും വേണ്ട വിധത്തിൽ ആശ്വസിപ്പിച്ച് സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും ദധീചി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. ഹേ ദധീചി മഹർഷി, അങ്ങ് മഹാത്മാവാണ്. അങ്ങയ്ക്ക് ശരീരാദികളിൽ യാതൊരു ഭ്രമവുമില്ല. അതുകൊണ്ട് അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് നൽകണേ. ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദധീചി മഹർഷി തൻ്റെ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ നശ്വരമായ ശരീരത്തിൽ ഒരു ആസക്തിയുമില്ല. ഇത് എപ്പോഴായാലും ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഇത് ഉപേക്ഷിക്കുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടി തന്നെ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച് ദധീചി മഹർഷി തൻ്റെ ശരീരം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തു. ദധീചി മഹർഷി പരമമായ സമാധി എന്ന അവസ്ഥയെ പ്രാപിച്ച് ജീവാത്മാവിനെ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാങ്കൽ ലയിപ്പിച്ചു. ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയെ നിയന്ത്രിച്ച അവസ്ഥയിൽ സംസാരബന്ധം അറുക്കപ്പെട്ടു. യോഗസ്ഥനായ അദ്ദേഹം ശരീരം വിട്ടകുന്നത് അറിഞ്ഞതേയില്ല. വിശ്വകർമാവ് ദധീചിയുടെ അസ്ഥി കൊണ്ട് വജ്രായുധം നിർമ്മിച്ചു. ഇന്ദ്രന് ഭഗവത് അനുഗ്രഹത്താലുണ്ടായ ഓജസ്സോടെ ആ വജ്രായുധവുമേന്തി ഐരാവതത്തിൻ്റെ പുറത്ത് സ്വർഗവീഥികളിലൂടെ സഞ്ചരിച്ചു. ദേവന്മാരെല്ലാവരും അകമ്പടി സേവിച്ചു. മഹർഷിമാർ സ്തുതി ചെയ്തു. ത്രൈലോക്യത്തിനാകമാനം ആനന്ദം ഉളവാവുന്നു എന്നൊരു തോന്നൽ അപ്പോൾ ഉണ്ടായി. ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവസൈന്യം വൃത്രാസുരൻ്റെ നേതൃത്വത്തിലുള്ള അസുര സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. അതിഘോരമായി നടന്ന ആ യുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ പരാജിതരാക്കി തുടങ്ങി. അസുര സൈന്യകന്മാർ ഭയപ്പെട്ട് രണഭൂമിയിൽ നിന്ന് ഒളിച്ചു ഓടുന്നത് കണ്ട് വൃത്രാസുരൻ അവരെയെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഉത്ബോധിപ്പിച്ചു.
അല്ലയോ വിപ്രജിത്തെ, നമുജെ, പുലോമൻ, മയ, അനർവൻ, ശമ്പര, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളിങ്ങനെ യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. മൃത്യു എന്നുള്ളത് ആർക്കും ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ജാതസ്യ മൃത്യു ധ്രുവ ഏഷ സർവതഃ. ജനിച്ചാൽ തന്നെ മരണം ഉറപ്പായി കുറിക്കപ്പെട്ടിരിക്കുന്നു. അത് ഏത് പ്രകാരത്തിലും വരാം. സർവവിധത്തിലും നാം മൃത്യുവിന് അധീനന്മാരാണ്, ഓരോ നിമിഷത്തിലും എന്നർത്ഥം. പ്രതിക്രിയായസ്യ നചേഹ ക്ലിപ്ത. മരണം ഒഴിവാക്കുക എന്നുള്ളതിന് ഒരു പരിഹാരവും ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലയോ അസുരന്മാരെ? അതുകൊണ്ട് തന്നെ ലോകത്തിൽ യശസ് നിലനിർത്തത്തക്ക രീതിയിലുള്ള ഒരു മൃത്യുവിനെ സ്വീകരിക്കുകയാണ് ബുദ്ധിമാന്മാർ ചെയ്യാറുള്ളത്. ദ്വൗ സമ്മതാവിഹ മൃത്യു ദുരാപൗ. രണ്ടു വിധത്തിലുള്ള മരണങ്ങളാണ് ലോകത്തിൽ സമ്മതമായിട്ട് വർത്തിക്കുന്നത്. ഒന്ന്, ബ്രഹ്മസന്ധാരണയിലൂടെ പ്രാണനെ ജയിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടുക എന്നുള്ളത്. രണ്ട്, യുദ്ധമുന്നണിയിൽ ശത്രുവിനോട് ധീരധീരം പോരാടി മരണം സ്വീകരിക്കുക എന്നുള്ളത്. ഹേ അസുരന്മാരെ, നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ രണ്ടാമത്തെ മാർഗമാണ് തുറന്നു കിടക്കുന്നത്. അതുകൊണ്ട് യുദ്ധമുഖത്തിൽ നിന്ന് പലായനം ചെയ്യാതെ നിങ്ങളെല്ലാവരും ശത്രുവിനെ നേരിട്ട് വീരമൃത്യു വരിച്ച് പുണ്യലോകത്തെ പ്രാപിക്കുവിൻ. ശ്രീശുകൻ പറയുകയാണ്, അല്ലയോ പരീക്ഷിത മഹാരാജാവേ, വൃത്രാസുരൻ്റെ ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങളൊന്നും അസുരന്മാരിൽ ഒരു മാറ്റവും ഉളവാക്കിയില്ല. അവരെല്ലാവരും ഭയത്രസ്തന്മാരായി യുദ്ധമധ്യത്തിൽ നിന്ന് ഓടിപ്പോയിക്കൊണ്ടേയിരുന്നു. അതോടെ വൃത്രാസുരൻ ആയുധവും എടുത്തുകൊണ്ട് ദേവസൈന്യത്തെ മർദ്ദിക്കാനായിട്ട് അങ്ങനെ ആരംഭിച്ചു. കാലുകളെ കൊണ്ട് ദേവസൈന്യത്തിൻ്റെ ഇടയിലൂടെ നടന്ന് അവരെയെല്ലാം ചവിട്ടി മർദ്ദിച്ചുകൊണ്ടും ശൂലം കൊണ്ട് എല്ലാവരെയും കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടും ദേവന്മാരിൽ ഭീതി പടർത്തി വൃത്രാസുരൻ്റെ ആക്രമണം. വൃത്രാസുരൻ്റെ ഗദാപ്രഹരമേറ്റ് ഐരാവതം ഭീതനായി വളരെ അകലേക്ക് ഓടിപ്പോയി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വൃത്രാസുരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, എൻ്റെ ഭാഗ്യം കൊണ്ട് നീ എൻ്റെ ശത്രുവായി മുൻപിൽ വന്ന് നിൽക്കുന്നു. എൻ്റെ ആയുധങ്ങളെ കൊണ്ട് നിൻ്റെ ശരീരം കുത്തിപ്പിളർന്ന് ഞാൻ എൻ്റെ ഒരു കടം വീട്ടുന്നുണ്ട്. എന്താ ദേവേന്ദ്ര നീ നോക്കി നിൽക്കുന്നത്? പ്രയോഗിക്കൂ നിന്റെ വജ്രായുധം എൻ്റെ നേരെ. അല്ലയോ ഹരേ, നീ ആ വജ്രായുധം പ്രയോഗിച്ച് എന്നെ വധിക്കാൻ ശ്രമിക്കൂ. അല്ലാതെ ഓടിപ്പോകുന്ന അസുരന്മാരുടെ നേരെ വീര്യപ്രകടനം കൊണ്ട് എന്ത് കാര്യം? അല്ലയോ ദേവേന്ദ്ര, വജ്രായുധം നിന്റെ ഗദയെപ്പോലെ നിഷ്ഫലമായി തീരുകയില്ല. സാക്ഷാൽ പരമാത്മസ്വരൂപിയായ ഭഗവാന്റെ തന്നെ അനുഗ്രഹമുള്ള ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് അത് ഒരിക്കലും നിഷ്ഫലമാവുകയില്ല. തേനേഹ ശത്രും ജഹി വിഷ്ണുയന്ത്രിത. ആ വജ്രായുധം കൊണ്ട് തന്നെ നീ ശത്രുവായ എന്നെ ജയിക്കൂ. വിഷ്ണുയന്ത്രിതനാണ് നീ, ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് പരാജയം സംഭവിക്കുകയില്ല. യതോ ഹരിഹി വിജയ ശ്രീ ഗുണസ്തത. എവിടെയാണ് ശ്രീഹരിയുള്ളത് അവിടെ വിജയവും ഗുണവും ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് പ്രസിദ്ധമല്ലേ? അഹം സമാധായ മനോ യഥാഹ സംഘർഷണ തച്ചരണാരവിന്ദേ ത്വദ്വജ്രരംഹോലുളിതഗ്രാമ്യപാശ ഗതിം മുനീർയാമ്യപവിദ്ധലോക. അല്ലയോ വൃത്രാസുര, സാക്ഷാൽ ശ്രീ സംഘർഷണമൂർത്തി എന്നോട് അരുളി ചെയ്തതുപോലെ ഇതാ ഞാൻ ആ സംഘർഷണമൂർത്തിയുടെ പാദാരവിന്ദങ്ങളിൽ മനസ്സിനെ സമർപ്പിക്കുന്നു. നീ നിന്റെ വജ്രായുധം കൊണ്ട് എൻ്റെ ശരീരബന്ധമാകുന്ന ഗ്രാമ്യപാശത്തെ മുറിച്ച് എനിക്ക് യോഗികൾക്ക് പോലും ദുർലഭമായ ആ പരമപദത്തെ പ്രാപിക്കാനായിട്ട് സഹായിക്കണേ. ശ്രീഹരിയുടെ ഏകാന്ത ഭക്തന്മാരായ മഹാത്മാക്കൾ ഈ ലോകത്തിലുള്ള ഒരു ലൗകിക ഭോഗങ്ങളും സുഖസൗകര്യങ്ങളും വിഭവങ്ങളും ആഗ്രഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലൗകിക സുഖങ്ങൾക്ക് വിഘാതം വരുമ്പോൾ അത് ഭഗവാന്റെ പ്രസാദമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ത്രൈവർഗികായാസ വിഘാതം അസ്പൽപതിർവിധത്തെ പുരുഷസ്യ ശക്ര തതോനുമേയോ ഭഗവത് പ്രസാദ യോ ദുർലഭോ കിഞ്ചന ഗോചരോന്യൈ.
ത്രൈവർഗികം എന്ന് പറഞ്ഞാൽ ത്രിവർഗത്തെ സംബന്ധിച്ചത്. ത്രിവർഗം ധർമ്മം, അർത്ഥം, കാമം എന്നിങ്ങനെയുള്ള 3 പുരുഷാർത്ഥങ്ങൾ. ഈ ത്രൈവർഗികത്തിൻ്റെ ആയാസം, ത്രൈവർഗികം നേടാനുള്ളതായ ബുദ്ധിമുട്ട്, പരിശ്രമം, അതാണ് ത്രൈവർഗികായാസം. ആ ത്രൈവർഗികായാസത്തിന് വിഘാതം വരാം. ത്രൈവർഗികായാസ വിഘാതം, ലൗകിക സുഖഭോഗങ്ങൾ നേടാനുള്ള പരിശ്രമത്തിൽ തടസ്സം നേരിടുക. അത് അസ്മൽപതിർവിധത്തെ, അല്ലയോ ദേവേന്ദ്ര, എൻ്റെ പതി, എൻ്റെ ഭഗവാൻ ത്രൈവർഗികായാസങ്ങൾക്ക് വിഘാതമുണ്ടാക്കുന്നു. ഓരോ ഭക്തനും അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് ദേവേന്ദ്ര. ഇത്തരത്തിലുള്ള ലൗകിക സുഖഭോഗങ്ങൾ നേടുന്നതിൽ എന്തെങ്കിലും തടസ്സം നേരിടുമ്പോൾ തതോനുമേയോ ഭഗവത് പ്രസാദ, അപ്പോ ഉറപ്പിക്കണം, അനുമാനിക്കണം, എന്ത്, ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഇവിടെ അല്ലയോ ദേവേന്ദ്ര, എൻ്റെ നേരെ യുദ്ധം ചെയ്ത് നീ വജ്രായുധവും കൊണ്ട് എന്നെ പരാജയപ്പെടുത്തും എന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. എൻ്റെ ത്രൈവർഗികായാസത്തിന് ഇപ്പോൾ ഇവിടെ ഒരു വിഘാതം നേരിട്ടിരിക്കുന്നു ദേവേന്ദ്ര. അതുകൊണ്ട് തന്നെ അനുമേയോ ഭഗവൽ പ്രസാദ, അല്ലയോ ദേവേന്ദ്ര, ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇതാ ഞാൻ അനുമാനിച്ചു ഉറപ്പിച്ചിരിക്കുന്നു. അല്ലയോ ശ്രീഹരേ, അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയഃ. അവിടുത്തെ പാദാരവിന്ദങ്ങളെ മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്ന ദാസന്മാരുടെ ദാസന്മാരുടെ ദാസനാവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ. ഇതാ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ. എൻ്റെ മനസ്സ് അവിടുത്തെ ഗുണഗണങ്ങൾ മാത്രം സ്മരിക്കുന്ന രീതിയിലായി തീരണേ. എൻ്റെ വാക്കുകൾ അവിടുത്തെ കഥകളെ പറയാനായി മാത്രം, അവിടുത്തെ നാമോച്ചാരണത്തിനായിട്ട് മാത്രം പ്രയോഗിക്കാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണേ. അടിയൻ്റെ കരചരണാദ്യ അവയവങ്ങളടങ്ങിയ ഈ ശരീരം ഭഗവത്പരമായ പ്രവൃത്തികളിൽ മാത്രമായിട്ട് മുഴുകാൻ അവിടുന്ന് വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണേ. എനിക്ക് സ്വർഗരാജ്യം വേണ്ട, ബ്രഹ്മപദവി വേണ്ട, ഭൂമിയിലുള്ള സർവാധിപത്യം വേണ്ട, യോഗസിദ്ധികളും വേണ്ട, മോക്ഷം പോലും അല്ലയോ ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ പാദാരവിന്ദ പ്രാപ്തി, അവിടുത്തെ ഭക്തനായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ഒരു അവസരം, അത് മാത്രമാണ് അടിയൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇതാ അടിയൻ എന്തെന്നില്ലാത്ത ഒരു വിയോഗ കാതരതയോടെ അങ്ങയെ പ്രാർത്ഥിക്കുന്നു. മമ ഉത്തമ ശ്ലോകജനേഷു സഖ്യം ഭൂയാൽ, എനിക്ക് ഭഗവത് ഭക്തന്മാരായ സജ്ജനങ്ങളുമായുള്ള സംസർഗം ഉണ്ടാവാൻ സംഗതി വരണേ. സംസാരചക്രത്തിൽ ഭ്രമിക്കുന്നതായ ലൗകികന്മാരുമായുള്ള സംസർഗത്തിന് ഒരിക്കലും അവസരം നൽകരുതേ ഭഗവാനെ. ഇങ്ങനെ വളരെ ഭക്തിപൂർണമായ ഭാവത്തിൽ ആ വൃത്രാസുരൻ ദേവേന്ദ്രൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദേവേന്ദ്രനെ ഒന്ന് ഉത്ബോധിപ്പിച്ചതിൻ്റെ ശേഷം ഭഗവത്പരമായ ആ സ്മൃതിയിൽ അങ്ങനെ മുഴുകി ഭഗവാനോട് ഭഗവത് പ്രാപ്തി നൽകണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. ശ്രീശുകൻ പറയാണ്, ഹേ പരീക്ഷിത് മഹാരാജാവേ, ഏവം ജിഹാസു നൃപ ദേഹം ആജൗ. ഹേ നൃപാലയോ പരീക്ഷിത് മഹാരാജാവേ, ഇപ്രകാരം ദേഹം ജിഹാസുഹു, ദേഹത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതാ ആ യുദ്ധമധ്യത്തിൽ അങ്ങനെ നിൽക്കണു വൃത്രാസുരൻ. മൃത്യും വരം വിജയാത് മന്യമാനഃ, വിജയാൽ വരം മൃത്യും മന്യമാനഃ. യുദ്ധത്തിൽ ജയിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് മരണം വരിക്കുകയാണ് എന്താ ഉറപ്പിച്ചിരിക്കുന്നു വൃത്രാസുരൻ. ദേവേന്ദ്രൻ ഈ സന്ദർഭത്തിൽ അല്പമൊന്ന് പരിഭ്രമിച്ചു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ശത്രു ഒരു സാധാരണ അസുരനല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ ഭഗവത്പരമായ ദൃഢചിത്തതയെ ബഹുമാനിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഒന്ന് തൊഴുതു. ഈ സന്ദർഭത്തിൽ മേൽപുത്തൂർ പറയുന്നു, വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ശത്രോരഭിഭ്രമോപാസ്യ. വൃത്രാസുരനായി തീർന്ന് ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്ത് ശത്രുവായ ദേവേന്ദ്രന് പോലും പരിഭ്രമം, ചഞ്ചലചിത്തത, വളരെ ബഹുമാനം എന്നിവയെല്ലാം ഉളവാക്കി എന്നർത്ഥം. പിന്നെ വൃത്രാസുരൻ ശത്രുഭാവത്തെ പൂർണ്ണമായും സ്വീകരിച്ച് എന്തെന്നില്ലാത്ത വീര്യത്തോടെ അട്ടഹസിച്ചുകൊണ്ട് ശൂലവുമെടുത്ത് ദേവേന്ദ്രന് നേരെ അങ്ങനെ ആക്രമിച്ചു ചെന്നു. ഏതുപോലെയെന്നാണെങ്കിൽ യഥാമഹാപുരുഷം കൈടഭ അപ്സു. പണ്ട് കൈടഭാസുരൻ മഹാവിഷ്ണുവിനെ പ്രളയജലത്തിൽ വെച്ച് നേരിട്ടതുപോലെ അത്ര ഘോരമായ ഭാവത്തിലാണ് ഇപ്പോൾ വൃത്രാസുരൻ ദേവേന്ദ്രനെ എതിരിട്ടത്. ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് വൃത്രാസുരൻ്റെ ഒരു കൈ മുറിച്ചപ്പോൾ
വൃത്രാസുരൻ ദേവേന്ദ്രനെയും ഐരാവതത്തെയും ഒരുമിച്ച് ഒരടി കൊടുത്തു കൊണ്ട് അതോടുകൂടി ദേവേന്ദ്രന്റെ കയ്യിൽ നിന്ന് വജ്രായുധം അകലേക്ക് തെറിച്ചു വീണു. ദേവന്മാർ, അസുരന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ, മനുഷ്യർ തുടങ്ങി എല്ലാവരും വൃത്രന്റെ ഈ മഹത്തായ അത്യത്ഭുതകരമായ വീര്യത്തെ കണ്ട് അഭിനന്ദിച്ചു. അതേസമയം ദേവേന്ദ്രന്റെ സങ്കടം കണ്ട് ദുഃഖിക്കുകയും ചെയ്തു. ദേവേന്ദ്രൻ അങ്ങേയറ്റം ലജ്ജിതനായി വജ്രമെടുക്കാനായിട്ട് മടിച്ചു നിന്നു. വൃത്രാസുരൻ പറഞ്ഞു, ഹരേ ആർത്തവജ്ര ജഹി സ്വശത്രും ന വിഷാദകാല. അല്ലയോ ഹരേ, അല്ലയോ ദേവേന്ദ്ര, നീ ആ വജ്രായുധമെടുത്ത് നിന്റെ ശത്രുവിനെ ജയിക്കൂ. ഇനി ഒരിക്കലും നീ ദുഃഖിക്കേണ്ട കാലമല്ല. പരാജയപ്പെട്ടാൽ ഞാൻ ഒട്ടും ദുഃഖിക്കുകയില്ല ദേവേന്ദ്ര. ഇതൊരു ചൂതുകളിയാണ്. പ്രാണഗ്ലഹോയം സമരഃ ഇഷ്വക്ഷോ വാഹനാസനഃ അത്ര നജ്ഞായതേ അമുഷ്യജയോ അമുഷ്യപരാജയ. ദേവേന്ദ്ര, ഈ യുദ്ധം ഒരു ചൂതുകളിയാണ്. ഇതിൽ പണയദ്രവ്യമായിട്ട് വർത്തിക്കുന്നത് ജീവനാണ്, ശരങ്ങളാണ് കരുക്കൾ, വാഹനമാണ് ചൂതാട്ടപ്പലക. ഈ ഒരു ചൂതുകളിയിൽ അത്ര ഇവിടെ അമുഷ്യജയ അമുഷ്യപരാജയ, ഇന്നാൾക്കാണ് ജയം ഉണ്ടാവുക, ഇന്നാൾക്കാണ് പരാജയം ഉണ്ടാവുക എന്നുള്ളതൊന്നും ന്യായതേ അറിയപ്പെടുന്നില്ല. ചൂതുകളിയാവുമ്പോൾ അങ്ങനെയാണല്ലോ, ആര് വേണമെങ്കിൽ ജയിക്കാം, ആര് വേണമെങ്കിൽ പരാജയപ്പെടാം. അതുകൊണ്ട് ഹേ ദേവേന്ദ്ര, നീ വൈക്ലഭ്യം വെടിഞ്ഞ് എന്നോട് യുദ്ധം ചെയ്യൂ. ശ്രീശുകൻ പറയാണ്, പരീക്ഷിത്തെ ഇതെല്ലാം കേട്ട ദേവേന്ദ്രൻ ലജ്ജയും അഹങ്കാരവും വെടിഞ്ഞ് ആത്മാർത്ഥതയോടെ വൃത്രാസുരനെ നല്ലവണ്ണം പൂജിച്ചു. ഹേ ദാനവ ത്വം സിദ്ധോസി, അല്ലയോ ധനുജപുത്രനായുള്ളവേ വൃത്രാസുര, നീ സിദ്ധനാണ്, യോഗീശ്വരനാണ്. അങ്ങക്ക് ഇത്തരത്തിലുള്ളതായ ഒരു ഭക്തി, ഇത്തരത്തിലുള്ളതായ ഈശ്വരാർപ്പണം, ഭഗവത്പരമായ ഭാവം കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. അങ്ങ് ഭഗവാന്റെ മായയെ തരണം ചെയ്ത് മായാരഹിതമായ ലോകത്തിലേക്ക് ഇതാ ഗമിക്കുകയാണ് എന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പാണ്. ഭഗവത് ഭക്തിയാകുന്ന അമൃതസമുദ്രത്തിൽ മുങ്ങി നീന്തി തുടിക്കുന്നവർക്ക് സാധാരണ രീതിയിലുള്ള ലൗകിക സുഖങ്ങളാകുന്ന കുണ്ടില വെള്ളങ്ങൾ, കുണ്ടില ചെളിവെള്ളങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് പ്രസിദ്ധല്ലേ. കിം ക്ഷുദ്രൈഹി ഘാതകോദകൈഹി. ഇങ്ങനെയെല്ലാം പരസ്പരം സംഭാഷണം ചെയ്തുകൊണ്ട് വീണ്ടും വൃത്രാസുരനും ദേവേന്ദ്രനും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. വൃത്രാസുരന്റെ കൈകൾ ഛേദിച്ചു ദേവേന്ദ്രൻ. ഘോരമായ അലർച്ചയോടെ വായ് പിളർന്നുകൊണ്ട് വൃത്രാസുരൻ ദേവേന്ദ്രനെ വിഴുങ്ങാൻ വന്നു. വൃത്രാസുരന്റെ 2 കാലുകളും വെട്ടി ദേവേന്ദ്രൻ. ഇതാ വൃത്രാസുരൻ ഇഴഞ്ഞിഴഞ്ഞു വന്ന് വായ് പിളർന്ന് ദേവേന്ദ്രനെ തൻ്റെ ഉള്ളിലേക്ക് ആക്കി. അവിടെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ വജ്രം കൊണ്ട് വയറ് പിളർന്ന ദേവേന്ദ്രൻ പുറത്തു വന്നു. വൃത്രാസുരന്റെ കഴുത്തിൽ കയറിയിരുന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്ത് വജ്രായുധം കൊണ്ട് അറുത്ത് ഒരു വർഷം കൊണ്ട് വൃത്രാസുരന്റെ ശിരസ് ശരീരത്തിൽ നിന്ന് ഛേദിച്ച് മറിച്ചിട്ടു. ജ്യോതിഷാം അയനെ എന്ന് ഇവിടെ കാലനിർണയം. അയനം അയനെ, അയനെ എന്ന് പറഞ്ഞാൽ 2 അയനങ്ങൾ എന്നർത്ഥം. 2 അയനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരായനം ദക്ഷിണായനം, അതായത് ഒരു വർഷം, 360 ദിവസം എന്ന് ഇവിടെ ശ്രീധരാചാര്യർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. വൃത്രസ്യ ദേഹാൻ നിഷ്ക്രാന്തം ആത്മജ്യോതി അരിന്ദമ പശ്യതാം സർവലോകാനാം അലോകം സമപദ്യത. ഹേ അരിന്ദമ, അല്ലയോ പരീക്ഷിത മഹാരാജാവേ, വൃത്രന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നു വന്നതായ ഒരു ആത്മജ്യോതിസ് എല്ലാവരും കാണുക ഉയർന്നുയർന്ന് ലോകാലോക പർവ്വതത്തെയും അതിക്രമിച്ച് അലോകത്തെ പ്രാപിച്ചു. വൃത്രാസുരന്റെ ജീവൻ വൈകുണ്ഠലോകത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നത് എന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നു ശ്രീശുക ബ്രഹ്മർഷി. വൃത്രാസുരവധം കൊണ്ട് ബ്രഹ്മഹത്യാ പാപം ബാധിക്കുമെന്ന ഭയത്താൽ ദേവേന്ദ്രൻ മഹർഷിമാരോട് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അശ്വമേധയാഗം നടത്തി അങ്ങയെ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് മഹർഷിമാർ പറഞ്ഞു. അപ്പോഴേക്കും ബ്രഹ്മഹത്യാപാപം ഇതാ ദേവേന്ദ്രനെ പിടികൂടാനായി അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ദേവേന്ദ്രൻ ഓടുന്നിടത്തൊക്കെ ബ്രഹ്മഹത്യാപാപം ഒരു ചണ്ടാള സ്ത്രീയായിട്ട് ഭീകരവും വികൃതവുമായ വേഷത്തിൽ ദേവേന്ദ്രനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. മാനസസരസിലെ ഒരു താമരപ്പൂവിൽ കയറി ആ താമരത്തണ്ടിൻ്റെ ഉള്ളിലേക്ക് യോഗശക്തി കണ്ട് ഊർന്നിറങ്ങി ആ താമരത്തണ്ടിൽ 1000 കൊല്ലം ഭഗവത് ധ്യാന നിരതനായി ഇരുന്ന്
തൻ്റെ പാപത്തെ പോക്കി. ഋതംഭരധ്യാന നിവാരിതാഘ. പിന്നെ മഹർഷിമാർ അശ്വമേധയാഗത്തിലൂടെ ദേവേന്ദ്രൻ്റെ പാപമെല്ലാം നീക്കി ദേവേന്ദ്രനെ വീണ്ടും സ്വർഗാധിപതിയായി വാഴിച്ചു. ദേവേന്ദ്രൻ സ്വർഗത്തിലില്ലാത്ത സമയത്ത് നഹുഷ മഹാരാജാവ് സ്വർഗം ഭരിച്ചു എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ നഹുഷ മഹാരാജാവിൻ്റെ ചരിത്രം നമുക്ക് നവമസ്കന്ധത്തിൽ കാണാൻ സാധിക്കും. വളരെ പുണ്യപൂരിതമാണ് ഈ വൃത്രാസുര ചരിത്രം എന്ന് ഫലശ്രുതി പറഞ്ഞുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി ആ വൃത്രാസുര ചരിത്രത്തെ അവിടെ സമർപ്പിച്ചു. വൃത്രാസുര ചരിതം വളരെ വിസ്തരിച്ച് പരീക്ഷിത് മഹാരാജാവിനെ വർണ്ണിച്ച് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ന്യായമായും ഒരു സംശയമുളവായി. രജസ്തമോ ഗുണങ്ങളുടെ ആധിക്യമുള്ള അസുരകുലത്തിൽ പിറന്ന വൃത്രന് ഇത്രയധികം ദൃഢമായ രീതിയിൽ വിഷ്ണുഭക്തി ഉണ്ടായത് എങ്ങനെ? ആ സംശയം അദ്ദേഹം ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നതോടെയാണ് 14-ാം അധ്യായം ആരംഭിക്കുന്നത്. വൃത്രാസുരൻ്റെ പൂർവ്വജന്മവൃത്താന്തമായ ചിത്രകേതുപാഖ്യാനം ശ്രീശുകൻ പരീക്ഷത്തിനെ കേൾപ്പിക്കുന്നു 14 മുതൽ 17 കൂടിയുള്ള അധ്യായങ്ങളിലായിട്ട്. അത് നമ്മൾക്ക് അടുത്ത പ്രഭാഷണത്തിൽ ശ്രവിക്കാം. ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.